കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡ് അറ്റൻഡർ ഗ്രേഡ് 2 തസ്തികയിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. 10ാം ക്ലാസ് പാസ്സായ സ്ഥിര സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം. വേക്കൻസി ഡീറ്റെയിൽസ്. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡ് പ്രസിദ്ധീകരിച്ച ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് അറ്റൻഡർ ഗ്രേഡ് 2 പോസ്റ്റിലേക്ക് 2 ഒഴിവുകളാണ് ഉള്ളത്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖേനയാണ് അവസരം വന്നിരിക്കുന്നത്. ഏജ് ലിമിറ്റ് 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ സൈക്കിൾ ഓടിക്കാൻ അറിഞ്ഞിരിക്കണം. ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അതുപോലെ സൈക്കിൾ ഓടിക്കാൻ അറിഞ്ഞിരിക്കണം. സാലറി ഡീറ്റെയിൽസ്. അറ്റൻഡർ ഗ്രേഡ് 2 തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാൽ 16,500 മുതൽ 35,700 രൂപ വരെയാണ് മാസശമ്പളം ലഭിക്കുക. ശമ്പളത്തിന് പുറമെ കേരള സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ്. OMR പരീക്ഷ, ഷോർട്ട് ലിസ്റ്റിംഗ്, സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ, വ്യക്തിഗത ഇൻ്റർവ്യൂ എന്നിവയിലൂടെയാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അവസാന തീയതി വരെ കാത്തുനിൽക്കാതെ ഉടൻ തന്നെ അപേക്ഷ സമർപ്പിക്കുക. 2024 മെയ് 2 അർദ്ധരാത്രി 12 മണി വരെയാണ് അപേക്ഷിക്കാനുള്ള സമയപരിധി. പൂർണ്ണമായ യോഗ്യതയുള്ളവർ മാത്രം അപേക്ഷിക്കുക. ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. PSSC വഴി ആദ്യമായി അപേക്ഷിക്കുന്നവർ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുക. ഇതിനോടകം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കേണ്ടതാണ്. അതിനായി നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് 037/2024 എന്ന കാറ്റഗറി നമ്പർ സെർച്ച് ചെയ്യുക. അതിനുശേഷം അപ്ലൈ നൗ എന്നതിൽ ക്ലിക്ക് ചെയ്ത് അപേക്ഷിക്കുക. അപേക്ഷിക്കുന്നതിന് പ്രത്യേകം ഫീസ് നൽകേണ്ടതില്ല. അപേക്ഷ സമർപ്പിച്ച ശേഷം മൈ ആപ്ലിക്കേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന അപ്ലൈ ലിങ്ക്, നോട്ടിഫിക്കേഷൻ ലിങ്ക് സന്ദർശിക്കുക. UPSC റിക്രൂട്ട്മെൻറ്റ് 2024. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ UPSC 2024 വർഷത്തെ BSF, CRPF, CISF, ITBP, CSB തുടങ്ങിയ വിവിധ കേന്ദ്ര സേനകളിൽ അസിസ്റ്റൻ്റ് കമാൻഡ് ഒഴിവുകളിലേക്ക് വിജ്ഞാപനം പുറത്തിറക്കി. അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അവസാന തീയതിയിലേക്ക് മാറ്റിവെക്കാതെ ഉടനെ അപേക്ഷിക്കുക. അവസാന തീയതികളിൽ സെർവർ മന്ദഗതിയിലാകുന്നത് ഒഴിവാക്കാൻ ഇത് സഹായിക്കും. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ UPSC അസിസ്റ്റൻ്റ് കമാൻഡ് ഒഴിവുകളിലേക്ക് 2024 ഏപ്രിൽ 24 മുതൽ 2024 മെയ് 16 വരെ ഓൺലൈൻ വഴി അപേക്ഷ നൽകാം. UPSC CAPF റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ഒഴിവുകൾ, വിദ്യാഭ്യാസ യോഗ്യത, പ്രായപരിധി, സിലബസ് തുടങ്ങിയ വിവരങ്ങൾ ഈ വീഡിയോയിൽ കൊടുക്കുന്നു. ജോബ് ഡീറ്റെയിൽസ്. ബോർഡിൻ്റെ പേര് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. ജോലിതരം കേന്ദ്ര ഗവൺമെൻറ്. വിജ്ഞാപന നമ്പർ 9/2024 CPF. ആകെ ഒഴിവുകൾ 506. അപേക്ഷിക്കേണ്ട വിധം ഓൺലൈൻ. ജോലിസ്ഥലം ഇന്ത്യയിലുടനീളം. അപേക്ഷിക്കേണ്ട തീയതി 2024 ഏപ്രിൽ 24. ഔദ്യോഗിക വെബ്സൈറ്റ് സ്ക്രീനിൽ കൊടുക്കുന്നു. വേക്കൻസി ഡീറ്റെയിൽസ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ 5 സുരക്ഷാ സേനകളിലായി 322 ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് BSF, സെൻട്രൽ റിസർവ് പോലീസ് ബറ്റാലിയൻ CRPF, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് CISF, ഇൻഡോ ടിബറ്റൻ ബോർഡ് പോലീസ് ITBP, സശസ്ത്ര സീമാ ബൽ SSB തുടങ്ങിയ കേന്ദ്ര സേനകളിലാണ് ഒഴിവുകളുള്ളത്. ഒഴിവുകൾ BSF 86, CRPF 55,
CISF 91, ITBP 60, SSB 30. ഏജ് ലിമിറ്റ് 20 വയസ്സിനും 25 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. ഉദ്യോഗാർത്ഥി 2/8/1998 1/8/2003 ഇടയിൽ ജനിച്ച വ്യക്തികൾ ആയിരിക്കണം. പട്ടികജാതി SC, പട്ടികവർഗ ST വിഭാഗക്കാർക്ക് പരമാവധി 5 വയസ്സുവരെ വയസ്സിളവ് ലഭിക്കും. OBC വിഭാഗക്കാർക്ക് 3 വയസ്സുവരെ പ്രായപരിധിയിൽ ഇളവ് ലഭിക്കും. മറ്റ് പിന്നാക്ക വിഭാഗക്കാരായ ഉദ്യോഗാർത്ഥികൾക്ക് സർക്കാർ നിയമാനുസൃത വയസ്സിളവ് ലഭിക്കുന്നതാണ്. സാലറി ഡീറ്റെയിൽസ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ റിക്രൂട്ട്മെൻറ്റ് വഴി അസിസ്റ്റൻ്റ് കമാൻഡ് തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രതിമാസം 56,100 രൂപ മുതൽ 1,00,000 രൂപ വരെയായിരിക്കും മാസശമ്പളം ലഭിക്കുക. ശമ്പളത്തിനു പുറമെ മറ്റ് കേന്ദ്ര സർക്കാർ ആനുകൂല്യങ്ങൾ എല്ലാം തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻ. സർക്കാർ അംഗീകൃത സർവകലാശാലയിൽ നിന്നും ബിരുദാനന്തര ബിരുദം നേടിയിരിക്കണം. നിലവിൽ പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുന്നവർക്കും അസിസ്റ്റൻ്റ് കമാൻഡ് റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷ നൽകാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഫീസ് 200 രൂപയാണ് അപേക്ഷാ ഫീസ്. SC, ST, വനിതകൾ എന്നീ വിഭാഗക്കാരെ അപേക്ഷാ ഫീസിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ട വ്യക്തികൾക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഏതെങ്കിലും ബ്രാഞ്ചിലും പണമായി അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ്, ഇൻ്റർനെറ്റ് ബാങ്കിംഗ് എന്നിവ മുഖേന പണം അടയ്ക്കാവുന്നതാണ്. സെലക്ഷൻ. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, ITBP, BSF, SSB, CISF, CRPF എന്നിവയിലേക്ക് 4 ഘട്ടങ്ങളിലൂടെയായിരിക്കും തിരഞ്ഞെടുപ്പ് നടത്തുക. 1. എഴുത്തു പരീക്ഷ പേപ്പർ 1 ആൻഡ് പേപ്പർ 2. 2024 ഓഗസ്റ്റ് 8 രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ പേപ്പർ 1 പരീക്ഷ നടക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ പേപ്പർ 2 പരീക്ഷ നടക്കും. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്. ഫിസിക്കൽ ടെസ്റ്റുകൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്തമാണ്. അവ താഴെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വിജ്ഞാപനത്തിൽ പരിശോധിക്കുക. ഇൻ്റർവ്യൂ റൗണ്ടിലേക്ക് യോഗ്യത നേടുന്നതിന് ഈ ഘട്ടത്തിൽ വിജയിക്കേണ്ടത് അനിവാര്യമാണ്. പുരുഷൻ ഉയരം 165 സെൻറ്റിമീറ്റർ, നെഞ്ചളവ് 81 സെൻറ്റിമീറ്റർ, തൂക്കം 50 കിലോ, 100 മീറ്റർ ഓട്ടം 16 സെക്കൻഡ്, 800 മീറ്റർ ഓട്ടം 3 മിനിറ്റ് 45 സെക്കൻഡ്, ലോങ് ജമ്പ് 3.5 മീറ്റർ, ഷോട്ട് പുട്ട് 7.26 kg 4.5 മീറ്റർ. വനിതകൾ ഉയരം 157 സെൻറ്റിമീറ്റർ, തൂക്കം 46 കിലോ, 100 മീറ്റർ ഓട്ടം 18 സെക്കൻഡ്, 800 മീറ്റർ ഓട്ടം 4 മിനിറ്റ് 45 സെക്കൻഡ്, ലോങ് ജമ്പ് 3 മീറ്റർ, ഷോട്ട് പുട്ട് 7.26 kg. 3. ഇൻ്റർവ്യൂ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടെസ്റ്റ്. ഫിസിക്കൽ, മെഡിക്കൽ പരീക്ഷകൾ വിജയിക്കുന്നവരെ ഇൻ്റർവ്യൂ റൗണ്ടിലേക്ക് വിളിക്കും. അവസാന മെറിറ്റ് പട്ടിക. ഈ പറഞ്ഞ 3 ഘട്ടങ്ങളിലും ഉദ്യോഗാർത്ഥികൾ നേടിയിട്ടുള്ള മാർക്ക് അടിസ്ഥാനമാക്കി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അന്തിമ പട്ടിക പുറത്തിറക്കും. അതനുസരിച്ചായിരിക്കും തിരഞ്ഞെടുപ്പ്. അപേക്ഷ സമർപ്പിക്കാൻ താൽപ്പര്യപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന അപ്ലൈ നൗ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് അപേക്ഷിക്കാൻ ആരംഭിക്കുക. അല്ലെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് വഴി അസിസ്റ്റൻ്റ് കമാൻഡ് തസ്തികയിലേക്ക് അപേക്ഷ നൽകാം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന വിജ്ഞാപനം ഡൗൺലോഡ് ചെയ്ത് യോഗ്യതകൾ പരിശോധിക്കുക. യോഗ്യതകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയാൽ UPSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ അപ്ലൈ നൗ എന്ന ഓപ്ഷൻ വഴിയോ നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഏത് സേനയിലേക്കാണോ അപേക്ഷിക്കുന്നത് അതിന് നേരെ നൽകിയിരിക്കുന്ന ക്ലിക്ക് ഹിയർ ഫോർ പാർട്ട് 1 എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അപേക്ഷിക്കാൻ ആരംഭിക്കുക. ശേഷം വരുന്ന അപേക്ഷാ ഫോറം പൂരിപ്പിക്കുക. ആവശ്യമെങ്കിൽ അപേക്ഷാ ഫീസ് അടയ്ക്കുക. പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഒപ്പ്, ഐഡൻറ്റി കാർഡ് എന്നിവ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക. പരീക്ഷാ സെൻറ്റർ തിരഞ്ഞെടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക.
ക്ലിക്ക് ഹിയർ ഫോർ പാർട്ട് 2 എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. തുറന്നു വരുന്ന ഫോം പൂരിപ്പിക്കുക. ഒന്നിലധികം അപേക്ഷകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് യോഗ്യതയുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിന് വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.